ദ മെൻസ്ട്രുവൽ സൈക്കിൾ. ഇത് തുടങ്ങുന്നത് oogenesis എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കൂടെയാണ്. oogenesis എന്ന് പറഞ്ഞാൽ മെച്യൂർ ഫീമെയിൽ ഗാമീറ്റ്സിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ ഈ മെച്യൂർ ഫീമെയിൽ ഗാമീറ്റ് എന്താണെന്നായിരിക്കും. മെച്യൂർ ഫീമെയിൽ ഗാമീറ്റ് എന്ന് പറയുന്നതാണ് ഓവം. വി വിൽ കം ബാക്ക് ടു ദിസ്. അതിനു മുമ്പ് ഈ oogenesis എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു പെൺകുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ എംബ്രിയോണിക് ഡെവലപ്മെന്റ് തൊട്ടേ ഇത് ഇനീഷ്യേറ്റ് ആയിട്ടുണ്ടായിരിക്കും. നമുക്കുള്ള ഓരോ ഓവറിയിലും മില്യൺസ് ഓഫ് ഊഗോണിയ അഥവാ മദർ ഗാമീറ്റ് സെൽസ് ഓൾറെഡി ഫോംഡ് ആയിട്ടുണ്ടായിരിക്കും. എപ്പോ? ഫീറ്റസ് ആയിരിക്കുമ്പോൾ തന്നെ. പക്ഷേ ആ കുഞ്ഞിന്റെ ജനനത്തിന് ശേഷം ഇതിന് പിന്നീട് ഒരു വളർച്ച ഉണ്ടാവുന്നില്ല. പകരം ഈ യൂഗോണിയയെല്ലാം മൈറ്റോട്ടിക് ഡിവിഷൻ വഴി പ്രോഫേസ് 1 വന്നിരിക്കും. ഇവരാണ് പ്രൈമറി oocytes. ഇവരെന്നിട്ട് ഇതേ പൊസിഷനിൽ പിബേർട്ടി വരെ ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ പിന്നെ ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്താണ്? റീപ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓവറീസിലും എൻഡോമെട്രിയത്തിലും വരുന്ന റെഗുലർ ചേഞ്ചസിനെയാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. യൂട്രസിനെ കവർ ചെയ്ത് നിൽക്കുന്ന ആ ടിഷ്യൂ ലൈനിങ്ങിനെ പറയുന്ന പേരാണ് എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയത്തിന് 2 ലെയേഴ്സ് ഉണ്ട്, ഫങ്ഷണൽ ലെയറും ബേസൽ ലെയറും. മെൻസ്ട്രുവേഷന്റെ സമയത്ത് ഷെഡായി പോകുന്ന ആ ഫസ്റ്റ് ലെയറാണ് ഫങ്ഷണൽ ലെയർ. അതേസമയത്ത് ഈ ഫങ്ഷണൽ ലെയറിനെ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന താഴത്തെ ലെയറാണ് ബേസൽ ലെയർ. മെൻസ്ട്രുവൽ സൈക്കിളിൽ ഒരേ സമയത്ത് നടക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒവേറിയൻ സൈക്കിൾ. ഒവേറിയൻ ഫോളിക്കിളിന്റെ ഡെവലപ്മെന്റും ഓവുലേഷനുമാണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. 2, എൻഡോമെട്രിയൽ അല്ലെങ്കിൽ യൂട്രൈൻ സൈക്കിൾ. നമ്മുടെ എൻഡോമെട്രിയത്തിന്റെ ഫങ്ഷണൽ ലെയറിന്റെ തിക്കണിങ്ങും ഷെഡിങ്ങും ആണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് ഒരു പെൺകുട്ടിക്ക് പീരിയഡ്സ് വരുന്നതാണ് മെനാർക്ക്. ഒരു പെൺകുട്ടിയുടെ നോർമൽ മെൻസ്ട്രൽ സൈക്കിള് 21 ദിവസം തൊട്ട് 35 ദിവസം വരെ ആവാം. ഓൺ ആൻ ആവറേജ് 28 ഡേയ്സ്. അറൌണ്ട് ഒരു 45 വയസ്സിന് ശേഷം ഓവറിയുടെ ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി ഡിക്ലൈൻ ആയിട്ട് പീരിയഡ്സ് നിൽക്കുന്ന ഒരു സംഭവമാണ് മെനോപോസ്. ഇതല്ലാതെ നോർമലി പീരിയഡ്സ് നിൽക്കുന്നത് പ്രഗ്നൻസിയിൽ മാത്രമാണ്. ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്നത് ബ്ലീഡിങ്ങോട് കൂടിയാണ്, അഥവാ പീരിയഡ്സോട് കൂടിയാണ്. നോർമലി 3 to 7 ഡേയ്സ് ആണ്. നമ്മളിവിടെ ഇപ്പൊ തൽക്കാലം 5 എന്ന് കണക്ക് കൂട്ടുന്നു. ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ നേർപകുതി എന്ന് വെച്ചാൽ 14ാമത്തെ ദിവസമാണ് യൂഷ്വലി ഓവുലേഷൻ നടക്കുന്നത്. ഓവുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെച്യൂർ ആയിട്ടുള്ള ആ oocyteനെ അല്ലെങ്കിൽ ആ മെച്യൂർ ആയിട്ടുള്ള ആ ഗാമീറ്റിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. വിൽ ഗെറ്റ് ബാക്ക് ടു ദിസ്. നമ്മൾ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ഓവുലേഷൻ വെച്ചിട്ട്. 14 ദിവസത്തിന് മുമ്പുള്ള ആ ഒരു പീരീഡിനെ നമ്മൾ പ്രീ ഓവുലേറ്ററി ഫേസ് എന്നും 14ാം ദിവസം കഴിഞ്ഞുള്ള ആ ഒരു ഫേസിനെ നമ്മൾ പോസ്റ്റ് ഓവുലേറ്ററി ഫേസ് എന്നും വിളിക്കും. പ്രീ ഓവുലേറ്ററി ഫേസിൽ ഓവറിയിൽ നടക്കുന്ന സംഭവമാണ് ഫോളിക്കുലാർ ഫേസ്. അതേ സമയത്ത് എൻഡോമെട്രിയത്തില് മെൻസ്ട്രുവൽ ഫേസും പ്രൊലിഫറേറ്റീവ് ഫേസും ഉണ്ട്. ഇനി പോസ്റ്റ് ഓവുലേറ്ററി ഫേസിൽ ഓവറിയിൽ നടക്കുന്നതാണ് ലൂട്ടിയൽ ഫേസ്. അതേ സമയത്ത് എൻഡോമെട്രിയത്തിൽ നടക്കുന്നതാണ് സെക്രട്ടറി ഫേസ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഫോളിക്കുലാർ ഫേസ്. മെൻസ്ട്രുവേഷന്റെ ഫസ്റ്റ് ഡേ തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 2 വീക്ക്, മെൻസ്ട്രൽ സൈക്കിളിന്റെ ആദ്യത്തെ 2 വീക്കാണ് നമ്മൾ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്. ഇത് കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ആണ്. ഇനിയാണ് കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവാൻ തുടങ്ങുന്നത്. ഹൈപ്പോതലാമസ് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലോട്ട് റിലീസ് ചെയ്യാൻ തുടങ്ങും. ഗൊണാഡോ എന്ന് പറഞ്ഞാൽ ഗാമീറ്റ്സ് റിലീസിംഗ് ഓർഗൻ എന്നും ട്രോപ്പിൻ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എന്തോ ഒരു ഹോർമോൺ എന്നുമാണ് അർത്ഥം. ഓക്കെ, ഇനി ഈ ഗൊണാഡോട്രോപ്പിന്റെ അതിപ്രസരം കാരണം നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് FSHഉം LHഉം റിലീസ് ചെയ്യും. FSH is follicle stimulating hormone. LH is luteinizing hormone. FSH helps in the development of follicles. Luteinizing technically means to become yellow. ഈ പേര് വരാനുള്ള കാരണം കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. പ്യൂബർട്ടിക്ക് മുമ്പ് വരെ എന്ന് വെച്ചാൽ മെനാർക്ക് സംഭവിക്കുന്നതിന് മുമ്പ് വരെ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ സ്റ്റഡി ആയിട്ടാണ് റിലീസ് ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ പ്യൂബർട്ടി കഴിയുമ്പോൾ തൊട്ട് പുള്ളി പൾസസ് ആയിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ കുറച്ചു കൂടും കുറച്ചു കുറയും. ഇത് വരുന്നതിന്റെ ഫ്രീക്വൻസിയും ആ സ്ട്രെങ്ത് അനുസരിച്ചുമാണ് നമ്മുടെ FSHഉം LHഉം റിലീസ് ആകുന്നത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ FSHഉം LHഉം ആണ് ഒവേറിയൻ ഫോളിക്കിൾസിന്റെ മച്യൂറേഷന് ഹെൽപ്പ് ചെയ്യണത്. ഇതൊരു ഓവറി ആണെന്ന് വിചാരിക്കുക. ഈ ഓവറിക്കകത്ത് പല പല സ്റ്റേജസ് ഓഫ് മച്യൂറേഷനിലിരിക്കുന്ന ഫോളിക്കിൾസ് ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണത്തിന് ഞാൻ റാൻഡം ആയിട്ട് അങ്ങ് പിക്ക് ചെയ്തു. അത് ഞാൻ എൻലാർജ് ചെയ്ത് നോക്കിയപ്പം ഒരുപാട് സെൽസ് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന ഒരു ചെറിയ ഒരു സാധനമാണ് ഈ ഫോളിക്കിൾ. അതിനകത്ത് ഏറ്റവും സേഫ് ആയിട്ടിരിക്കുന്ന ആളാണ് പ്രൈമറി oocyte. ഈ പ്രൈമറി oocytesനെ കവർ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഗ്രനുലോസ സെൽസും
തീക്ക സെൽസ്. ഓവറിയിൽ നിന്ന് ഹോർമോൺസ് സെക്രേറ്റ് ചെയ്യുന്ന സെൽസ് ആണ് ഗ്രനുലോസ സെൽസും തീക്ക സെൽസും. ആദ്യത്തെ 10 ദിവസം എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. പ്യൂബർട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിൾ ആവും. എങ്ങനെ? പ്രൈമറി ഫോളിക്കകത്ത് ഓൾറെഡി നമ്മുടെ പ്രൈമറി യൂസൈറ്റും കുറച്ച് ഗ്രനുലോസ സെൽസ് ഉണ്ടായിരുന്നു. അതിന്റെ മുകളിലോട്ട് പുതിയ ടൈപ്പ് ഓഫ് സെൽസ് ആയ തീക്ക സെൽസും കുറച്ചുകൂടെ ഗ്രനുലോസ സെൽസും കൂടെ വന്നിരുന്നു. തീക്ക സെൽസ് ആർ ലെയർ ഓഫ് ഷീത്ത്, അല്ലെങ്കിൽ ഒരു കവറിംഗ്. നമുക്കൊരു തീക്ക സെല്ലിനെ എടുത്ത് നോക്കാം. ഈ തീക്ക സെല്ലിന്റെ മുകളിൽ ലൂട്ടനൈസിംഗ് ഹോർമോണിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ബ്ലഡിൽ കൂടെ വരുന്ന ലൂട്ടനൈസിംഗ് ഹോർമോണിനെ പിടിച്ചു വെക്കുന്നത്. ഇതിന്റെ റിസൾട്ട് ആയിട്ട് തീക്ക സെൽസ് ആൻഡ്രോസ്റ്റിൻ ഡയോൺ എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ഹോർമോണിനെ റിലീസ് ചെയ്യാൻ തുടങ്ങും. ഇനി നമുക്കൊരു ഗ്രനുലോസ സെല്ലിനെ എടുത്ത് നോക്കാം. ഗ്രനുലോസ സെൽസിൽ FSH റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇവരാണ് ബ്ലഡിൽ കൂടെ വരുന്ന FSH ഹോർമോണിനെ പിടിച്ചു വെക്കുന്നത്. ഇതിന്റെ റിസൾട്ടായിട്ട് ഗ്രനുലോസ സെൽസ് അരോമറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ റിലീസ് ചെയ്യാൻ തുടങ്ങും. ഈ അരോമറ്റേസ് എൻസൈം നമ്മുടെ ആൻഡ്രോസ്റ്റിൻ ഡയോണിൽ പോയി വർക്ക് ചെയ്ത് 17 ബീറ്റ എസ്ട്രാഡയോൾ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഈസ്ട്രജൻ ഹോർമോൺ ഫാമിലി. ഇനി 10 to 14 ഡേയ്സിൽ നമ്മുടെ ഓവറിൽ എന്താ സംഭവിക്കണം നമുക്ക് നോക്കാം. നമ്മുടെ സെക്കൻഡറി ഫോളിക്കിളിന് ചുറ്റും ഒരു ലെയർ ഓഫ് തീക്ക സെൽസ് ഉണ്ടായിരുന്നു. അതിന്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടെ ആഡ് ആവും. അങ്ങനെ നമുക്ക് തീക്ക ഇന്റേണയും തീക്ക എക്സ്റ്റേണയും ഉണ്ടാവും. അതിന് പുറമെ ആൻഡ്രം എന്ന് പറഞ്ഞൊരാളും കൂടെ ഉണ്ടാവും. ഈ ആൻഡ്രം എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് കാവിറ്റിയാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡറി ഫോളിക്കിൾ ടെർഷറി ഫോളിക്കിളായി മാറുക. ഇവിടം വരെ വി ഹാഡ് ദ പ്രൈമറി യൂസൈറ്റ്. ഇവിടെ വെച്ച് നമ്മുടെ പ്രൈമറി യൂസൈറ്റ് ഒരു സെക്കൻഡറി യൂസൈറ്റും ഒരു പോളാർ ബോഡിയായിട്ട് സ്പ്ലിറ്റ് ആവും. എങ്ങനെ? മിയോട്ടിക് ഡിവിഷൻ വഴി. അങ്ങനെ നമ്മുടെ സെക്കൻഡറി യൂസൈറ്റ് ഒരു ഹാപ്ലോയിഡ് സെല്ലാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ സെക്കൻഡറി യൂസൈറ്റുള്ള നമ്മുടെ ടെർഷറി ഫോളിക്കിളിന്റെ ആൻഡ്രം വളരാൻ തുടങ്ങും. അതിന്റെ ഒപ്പം നമ്മുടെ സെക്കൻഡറി യൂസൈറ്റിന് പുറത്തൂടെ സോണ പെലിസുഡ എന്ന് പറഞ്ഞൊരു ലെയർ ഓഫ് സെൽസും കൂടെ വന്നിരിക്കാൻ തുടങ്ങും. ദിസ് ഈസ് അവർ ഗ്രാഫിയൻ ഫോളിക്കിൾ അഥവാ മച്യൂർഡ് ഫോളിക്കിൾ അഥവാ ഡോമിനന്റ് ഫോളിക്കിൾ. ഈ ഗ്രാഫിയൻ ഫോളിക്കിളിന് പേര് കൊടുക്കാൻ കാരണം ഇത് കണ്ടുപിടിച്ചത് ഒരു ഡച്ച് അനാറ്റമിസ്റ്റായ റെഗ്നിയർ ദേ ഗ്രാഫാണ്. നമ്മുടെ സെക്കൻഡറി യൂസൈറ്റിന് പുറത്ത് സോണ പെലിസുഡ എന്ന് പറഞ്ഞൊരു ലെയർ വന്നിരുന്ന കാര്യം ഞാൻ പറഞ്ഞു. പുള്ളിക്ക് ആക്ച്വലി ഒരു ഗാർഡിയൻ റോളാണ്, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി റോളാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ ഓവം ഫെർട്ടിലൈസ് ആകുന്ന ഒരു സിറ്റുവേഷനിൽ പോളിസ്പെർമി അവോയ്ഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഒന്നീ കൂടുതൽ സ്പേമിനെ ഓവത്തിനകത്തേക്ക് കയറ്റി വിടാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു ലെയർ ഓഫ് സെൽസ് ആണ് സോണ പെലിസുഡ. ഓക്കെ, 10 to 14 ഡേയ്സിൽ നമ്മുടെ ഫോളിക്കിൾസിന് എന്ത് പറ്റിയെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. ഏറ്റവും ആദ്യം റാൻഡമായിട്ട് നമ്മുടെ ഗ്രനുലോസ സെല്ലിന്റെ മണ്ടയിൽ ഒരു LH റിസപ്റ്ററും കൂടെ വന്നങ്ങ് ഉണ്ടാവും. അതെന്തിനാണെന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവേ. ആദ്യത്തെ 10 ദിവസം നമ്മുടെ ബ്ലഡിനകത്ത് ഈസ്ട്രജന്റെ ലെവൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന ഒരു ടൈമാണ്. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഈ ഈസ്ട്രജൻ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിഗ്നൽ കൊടുക്കും. നെഗറ്റീവ് ഫീഡ്ബാക്ക് സിഗ്നൽ എന്താണെന്ന് അറിയാൻ വേണ്ടി പ്ലീസ് ഡു ചെക്ക് അവർ വീഡിയോ ഓൺ ഹോമിയോസ്റ്റാസിസ്. എനിവേസ്, ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിഗ്നൽ കാരണം നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് FSH സെക്രീഷൻ അങ്ങ് കുറയ്ക്കും. നമ്മൾ മുമ്പ് ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ ഗ്രാഫിയൻ ഫോളിക്കിളിനെ ഡോമിനന്റ് ഫോളിക്കിൾ എന്ന് വിളിച്ചായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഓവത്തിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ഓവറിക്കകത്തുള്ള ഫോളിക്കിൾസ് ഒരു കോമ്പറ്റീഷൻ ഐറ്റം പോലെയാണ് കാണുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് സിഗ്നൽ കാരണം FSH കുറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ FSH ബ്ലഡിനകത്ത് കുറഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ FSH റിസപ്റ്റേഴ്സ് ഉണ്ടായിരുന്ന ഫോളിക്കിൾ പിന്നെയും വളരാൻ തുടങ്ങും. കാരണം എന്താ? ദേ ഓൾറെഡി ഹാവ് ഇനഫ് FSH ഹോർമോൺ ബിക്കോസ് ഓഫ് ദീസ് റിസപ്റ്റേഴ്സ്. ഇത്രയും ഫോളിക്കിൾസ് ഉണ്ടായിരുന്ന നമ്മുടെ ഓവറിൽ നിന്ന് ഒരു ഫോളിക്കിൾ മാത്രമേ മെച്യൂർ ആകുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡോമിനന്റ് ഫോളിക്കിൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിളിനെ കിട്ടി. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ഒബ്വിയസ്ലി ഭയങ്കരമായിട്ട് ഈസ്ട്രജനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. ഇനി ഈ ഈസ്ട്രജൻ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ പോയിട്ട് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് സിഗ്നൽ കൊടുക്കും. എന്ന് വെച്ചാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് പറയും നിങ്ങൾ ഇനിയും FSHനെയും LHനെ റിലീസ് ചെയ്യാൻ. എസ്പെഷ്യലി ഇവിടെ LH ആണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ആകാൻ പോകുന്നത്. ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് സിഗ്നൽ എന്ന് വെച്ചാൽ ഈ LHന്റെ സർജ് നമ്മുടെ ഓവുലേഷന് 1-2 ദിവസം മുമ്പാണ് സംഭവിക്കുന്നത്. ഈ LH സർജ് കാരണം നമ്മുടെ ഓവേറിയൻ ഫോളിക്കുലർ റപ്ചർ ആയിട്ട് ഓവത്തിനെയും ഒരു പോളാർ ബോഡിനെയും കൂടെ റിലീസ് ചെയ്യും. ഈ പോളാർ ബോഡീസിന്റെ ഒക്കെ യൂസ് എന്താണെന്ന് ഇപ്പോഴും ബയോളജിസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ 14ാമത്തെ ദിവസം നമുക്ക് ഓവുലേഷൻ സംഭവിക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം ഓവറിയിലെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ യൂട്രസിൽ എന്താ സംഭവിക്കണമെന്ന് നോക്കാം. യൂട്രസ് എൻഡോമെട്രിയത്തിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്? പ്രഗ്നന്റ് ആകുമ്പം ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഓൾറൈറ്റ്,
നമ്മൾ പറഞ്ഞു നമ്മുടെ മെൻസ്ട്രൽ സൈക്കിള് മെൻസ്ട്രേഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ആവുന്നതെന്ന്, എന്ന് വെച്ചാൽ ബ്ലീഡ് ചെയ്തുകൊണ്ട്. ഇത് അറൌണ്ട് ഒരു 5 days കാണും. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ചെയ്ത് അതിനകത്തുണ്ടായിരുന്ന ആർട്ടറീസ് ഒക്കെ പൊട്ടി ബ്ലീഡ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പറഞ്ഞ മെൻസ്ട്രേഷൻ. ഇത് സംഭവിക്കാൻ കാരണം ഇവിടെ ഫെർട്ടിലൈസേഷൻ സംഭവിക്കാത്തതുകൊണ്ടാണ്. ഇവിടെ എൻഡോമെട്രിയൽ ലൈനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴയ ഫങ്ഷണൽ ലെയറിനെ ആട്ടോ. ഇത് കഴിഞ്ഞ് വരുന്ന ഒരു ഫേസ് ആണ് പ്രൊലിഫറേറ്റീവ് ഫേസ്. ഈ സമയത്ത് ഈസ്ട്രജൻ കൂടി നിൽക്കുമായിരുന്നല്ലോ. ഈ ഈസ്ട്രജൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് പോയിട്ട് നമ്മുടെ എൻഡോമെട്രിയത്തിനെ തിക്കൻ ചെയ്ത് അതിനകത്ത് എൻഡോമെട്രിയൽ ഗ്ലാൻസിനെ ഉണ്ടാക്കി അതുപോലെ സ്പൈറൽ ആർട്ടറീസിനെ കൂടെ ഉണ്ടാക്കും. ഈ സ്പൈറൽ ആർട്ടറീസ് ആക്ച്വലി നമ്മുടെ ഫങ്ഷണൽ എൻഡോമെട്രിയത്തിനെ വളരാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ന്യൂട്രിയൻസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ഈ ഈസ്ട്രജൻ നമ്മുടെ സെർവിക്സിന്റെ മ്യൂക്കസിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ചേഞ്ച് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യും. മ്യൂക്കസിന്റെ കൺസിസ്റ്റൻസി കുറയുമ്പം നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന സ്പേമിന്റെ ആ ഒരു ഹോസ്പിറ്റാലിറ്റിയും കൂടെ അത് കൂട്ടിക്കൊടുക്കും. എന്ന് വെച്ചാൽ സ്പേമിനെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സെർവിക്കൽ മ്യൂക്കസിന്റെ കൺസിസ്റ്റൻസി കുറയ്ക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് 12 അല്ലെങ്കിൽ ഒരു 15th ഡേയുടെ ഇടയ്ക്കാണ്. അതുകൊണ്ടാണ് ഈ വിൻഡോനെ നമ്മൾ ഫെർട്ടൈൽ വിൻഡോ ആയിട്ട് കാണുന്നത്. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ ഗ്രാഫ്. നമ്മൾ ഓവറി നോക്കുവാണെങ്കിൽ അവിടുന്ന് പ്രിമോർഡിയൽ തൊട്ട് ഗ്രാഫിൻ ഫോളിക്കിൾ ആകുന്ന വരെയുള്ള ഒരു ഗ്രാഫ് നമുക്കവിടെ കാണാം. നമ്മളിപ്പം ആദ്യത്തെ 15 days മാത്രമേ നോക്കുന്നുള്ളൂ. അത് കഴിഞ്ഞുള്ള ആൾക്കാരെ കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറഞ്ഞുതരാം. ഇനി നമ്മൾ പിറ്റ്യൂട്ടറി ഹോർമോൺസ് നോക്കുവാണെങ്കിൽ ആദ്യമേ FSH കൂടി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഗ്രാഫിൻ ഫോളിക്കിൾ അല്ലെങ്കിൽ ആ മെച്യൂർ ഫോളിക്കിൾ ആയതിനു ശേഷം LHഉം FSHഉം ഒരേപോലെ സർജ് ചെയ്ത് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓവുലേഷൻ അടുക്കുന്നത് വരെ ഏകദേശം ഒരേപോലെയാണ് നമ്മുടെ ഈസ്ട്രജന്റെ ലെവൽ നിൽക്കുന്നത്. പക്ഷേ ഓവുലേഷൻ ആകാറാകുമ്പോഴത്തേക്കും LHന്റെയും FSHന്റെയും സർജിന്റെ കൂടെ ഒപ്പം തന്നെ നമ്മുടെ ഈസ്ട്രജനും കൂടും. ഈ LHഉം ഈസ്ട്രജനും കാരണമാണ് ഓവുലേഷൻ പോസിബിൾ ആകുന്നത്. ഇന്ന് നമ്മൾ യൂട്രസ് നോക്കുവാണെങ്കിൽ ആദ്യത്തെ 5 ദിവസം ബ്ലഡ് വന്ന് ഷെഡ് ചെയ്ത് പോകുമായിരുന്നു നമ്മുടെ ലൈനിങ്. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പയ്യെ പയ്യെ വളരുന്ന ഒരു എൻഡോമെട്രിയൽ ലൈനിങ് ആണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ 15 days കഴിഞ്ഞ് ലൂട്ടിയൽ ഫേസിലോട്ട് കയറാൻ പോകുവാണ്. ലൂട്ടിയൽ ഫേസിൽ നമ്മുടെ ലൂട്ടനൈസിങ് ഹോർമോണിന്റെ ലെവല് ഭയങ്കരമായിട്ട് കുറയും. ഓവറിയിൽ നമ്മുടെ ഗ്രാഫിൻ ഫോളിക്കിള് ഓവുലേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഓവുലേഷൻ കഴിഞ്ഞ് ബാക്കി വരുന്ന സെൽസിനെല്ലാം കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. ഞാൻ പറഞ്ഞല്ലോ, ലൂട്ടനൈസിങ് എന്ന് പറഞ്ഞാൽ യെല്ലോ ആക്കുക എന്നാണ് അർത്ഥം. ആ LH സർജ് കഴിഞ്ഞു പോയ LH സർജ് കാരണമാണ് കോർപ്പസ് ലൂട്ടിയത്തിന് ഒരു യെല്ലോയിഷ് കളർ വരണേ എന്നാണ് പറയുന്നത്. കോർപ്പസ് ലൂട്ടിയത്തിൽ ഇപ്പോഴുള്ള സെൽസ് ഗ്രാനുലോസ സെൽസും തീക്ക സെൽസും ലൂട്ടനൈസ്ഡ് ഗ്രാനുലോസ സെൽസും തീക്ക സെൽസും ആണ്. എന്ന് വെച്ചാൽ ലൂട്ടനൈസിങ് ഹോർമോണിന്റെ ആ ഒരു പ്രവൃത്തി കാരണമാണ് ഇതിങ്ങനെയായിരിക്കുന്നത്. ഈ സമയത്ത് കുറച്ചൊക്കെ ഈസ്ട്രജൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതിനു പുറമെ നമ്മുടെ ലൂട്ടനൈസ്ഡ് ആയിരിക്കുന്ന ഗ്രാനുലോസ സെൽസ് LH കുറഞ്ഞു എന്നതിന് റെസ്പോൺസ് ആയിട്ട് കൊളസ്ട്രോളിന്റെ ഒരു സൈഡ് ചെയിൻ ക്ലീവേജ് എൻസൈം അല്ലെങ്കിൽ P450SCC എന്ന് പറഞ്ഞ ഒരു എൻസൈമിന്റെ ആ ഒരു ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് അങ്ങ് കൂട്ടും. ഈ എൻസൈമാണ് കൊളസ്ട്രോളിനെ പ്രെഗ്നനലോൺ എന്ന് പറയുന്ന ഒരു പ്രൊജസ്ട്രോൺ പ്രീകേഴ്സർ ആയിട്ട് മാറ്റുന്നത്. ലോങ് സ്റ്റോറി ഷോർട്ട്, നമ്മുടെ ഗ്രാനുലോസ സെൽസ് നമ്മുടെ ലൂട്ടനൈസ്ഡ് ഗ്രാനുലോസ സെൽസ് പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ പ്രൊജസ്ട്രോൺ നമ്മുടെ ഗൊണാഡോട്രോപ്പിൻ ഹോർമോണിനെ കുറയ്ക്കുന്നു. അത് കാരണം FSHഉം LHഉം കുറയുന്നു. അതിനു പുറമെ ഗ്രാനുലോസ സെൽസ് ഇൻഹിബിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണിനെ റിലീസ് ചെയ്യും. ദേ റെഡ്യൂസ് FSH ഈവൻ മോർ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈസ്ട്രജൻ കുറയുന്നു, പ്രൊജസ്ട്രോൺ ഭയങ്കരമായിട്ട് കൂടുന്നു. അങ്ങനെ പ്രൊജസ്ട്രോൺ കാരണം നമ്മുടെ യൂട്രസ് സെക്രട്ടറി ഫേസിലോട്ട് കയറും. സെക്രട്ടറി ഫേസിൽ യൂട്രസിൽ എന്താ സംഭവിക്കണം നമുക്ക് നോക്കാം. നമ്മുടെ ബേസൽ ലെയറിൽ നിന്ന് വന്ന സ്പൈറൽ ആർട്ടറീസ് കുറച്ചും കൂടെ വളർന്ന് നമ്മുടെ ഫങ്ഷണൽ ലെയറിനെ ടച്ച് ചെയ്ത് നിൽക്കും. നമ്മുടെ യൂട്രൈൻ ഗ്ലാൻസ് ഭയങ്കരമായിട്ട് മ്യൂക്കസ് സെക്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓൾറെഡി നമ്മുടെ സെർവിക്സിൽ കുറച്ചൊക്കെ മ്യൂക്കസ് വന്നിരിപ്പുണ്ടായിരുന്നു. ഈ മ്യൂക്കസ് ഭയങ്കരമായിട്ട് കൂടിയിട്ട് ഭയങ്കര തിക്കാവും. ആ തിക്കാവുന്ന സിറ്റുവേഷനിൽ നമ്മുടെ സ്പേമിന് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അറൌണ്ട് ഈ സമയത്ത് തന്നെ നമ്മുടെ ഓവറിയിൽ ഉണ്ടായിരുന്ന കോർപ്പസ് ലൂട്ടിയം കംപ്ലീറ്റ്ലി ചുങ്ങി കോർപ്പസ് ആൽബിക്കൻസ് എന്ന് പറഞ്ഞൊരു ഫോമിലെത്തും. കോർപ്പസ് ആൽബിക്കൻസ് കൻ നോട്ട് പ്രൊഡ്യൂസ് എനി ടൈപ്പ് ഓഫ് ഹോർമോൺസ്. എന്ന് വെച്ചാൽ ഈസ്ട്രജനും കുറയും, പ്രൊജസ്ട്രോണും കുറയും. ഇവർ കുറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? പ്രൊജസ്ട്രോൺ കുറഞ്ഞതുകൊണ്ട് നമ്മുടെ ഗൊണാഡോട്രോപ്പിൻ ഹോർമോണിന് വീണ്ടും പഴയ പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വീണ്ടും FSHനെയും LHനെയും കൂട്ടാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫങ്ഷണൽ ലെയറും കൊളാപ്സ്ഡ് ആയി, സ്പൈറൽ ആർട്ടറീസും കൊളാപ്സ്ഡ് ആയി, വീണ്ടും മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ദ ന്യൂ സൈക്കിൾ സ്റ്റാർട്ട്സ് അഗൈൻ. ലാസ്റ്റ് 15 days നമ്മൾ ഗ്രാഫിൽ നോക്കുവാണെങ്കിലോ ഈസ്ട്രജൻ കുറയുന്നു, പ്രൊജസ്ട്രോൺ കൂടുന്നു, FSHഉം LHഉം കുറയുന്നു. അതുകൊണ്ട് കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് കോർപ്പസ്
ആൽബിക്കൻസ് ഉണ്ടാകുന്നു. അതേപോലെ യൂട്രസിൽ നമ്മുടെ എൻഡോമെട്രിയത്തിന് തിക്കണിങ് ഇങ്ങനെ കൂടി വന്നിട്ട് പയ്യെ ലാസ്റ്റ് ആകുമ്പോൾ കുറഞ്ഞും പോകുന്നു. ലാസ്റ്റ് 15 days ഇസ് വെരി ഈസി ഓൺ ദ ഗ്രാഫ്. മെൻസ്ട്രൽ സൈക്കിൾ പൊതുവേ ഒരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നോട്ട്സ് എടുത്ത് വെച്ചിരുന്ന് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. We will upload all these notes in our Telegram chat. You can check it out in our group. The link is already given in the bio.